ഹായ് ഹവ് യു ഓൾ, എല്ലാവർക്കും നികിത രംജീഷ് യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് ഞാൻ പോകുന്നത് ജിദ്ദയിലേക്കാണ്. ഇന്ന് എനിക്കൊരു മീറ്റിംഗ് ഉണ്ട്. അപ്പോൾ പൊതുവെ മീറ്റിംഗ് എല്ലാം ഈസ്റ്റ് ജിദ്ദ, ഞങ്ങളുടെ ക്ലസ്റ്ററിൻ്റെ ഹോസ്പിറ്റലിൻ്റെ മെയിൻ ഇത് ഈസ്റ്റ് ജിദ്ദ ആയതുകൊണ്ട് J1 ക്ലസ്റ്ററിൻ്റെ അവിടെ വെച്ചിട്ടായിരിക്കും കണ്ടക്ട് ചെയ്യാം. അപ്പോൾ ഇത് ഞാൻ എല്ലാ മന്തും അറ്റൻഡ് ചെയ്യുന്ന ഒരു ക്വാളിറ്റി ബേസ്ഡ് മീറ്റിംഗ് ആയതുകൊണ്ട് ഈ പ്രാവശ്യത്തെ മീറ്റിംഗ് ഹോസ്പിറ്റലിൻ്റെ പുറത്ത് റിയാദ് ബാങ്കിൻ്റെ മുകളിൽ ഒരു മീറ്റിംഗ് റൂമിലാണ് അറേഞ്ച് ചെയ്തിരിക്കുന്നത്. അപ്പം ഞാൻ അങ്ങോട്ടേക്കാണ് പോകുന്നത്. അപ്പോൾ ഇതാണ് എൻ്റെ അപ്പിയറൻസ്. ആ സ്ഥലം ഞാൻ കണ്ടുപിടിച്ചു. ഇതിൻ്റെ മേലെ ലിഫ്റ്റ് കയറിയിട്ട് സെക്കൻഡ് ഫ്ലോറിൽ പോകണം. അവിടെ വെച്ചിട്ടാണ് എൻ്റെ മീറ്റിംഗ് കണ്ടെത്തുന്നത്. അപ്പോൾ ഫസ്റ്റ് ഡേയിലെ മീറ്റിങ്ങിലെ എൻ്റെ അപ്പിയറൻസ് ഇതാണ് ഗൈസ്. അപ്പോൾ അവിടെ ചെന്നിട്ട് എനിക്ക് വീഡിയോ ഒന്നും എടുക്കാൻ പറ്റില്ല, കാരണം അത് എടുക്കുന്നത് പ്രൊഫഷണൽ വേയിൽ ഗുഡ് അല്ലല്ലോ. സോ മീറ്റിംഗ് എല്ലാം കഴിഞ്ഞ് ഞാൻ റിട്ടേൺ വണ്ടിക്ക് വേണ്ടി വെച്ചിട്ട് പോവാണ്. വണ്ടി വരാമെന്ന് പറഞ്ഞിരിക്കുന്നത് ഇത് ഈസ്റ്റ് ജിദ്ദ ഹോസ്പിറ്റലിലേക്കുള്ള വഴിയാട്ടോ. അതപ്പോൾ ഈസ്റ്റ് ജിദ്ദ ഹോസ്പിറ്റലിൻ്റെ മെയിൻ ബിൽഡിങ്ങിലേക്ക് അവിടെയാണ് വണ്ടി വരുന്നതെന്ന് പറഞ്ഞത്. സോ ഞാൻ അങ്ങോട്ട് പോവാണ്. അപ്പോൾ കുറച്ച് സമയം വെയിറ്റ് ചെയ്തു, വണ്ടി കാണുന്നില്ല. സോ ഞാൻ വിചാരിച്ചു അകത്ത് കുറച്ച് നേരം വെയിറ്റ് ചെയ്യാമെന്ന്. അങ്ങനെ ആ മെയിൻ ബിൽഡിങ്ങിൻ്റെ ഉള്ളിൽ തന്നെ ഞാൻ കയറിയിരുന്നു. ഇതൊരു മൾട്ടി സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റൽ ആയതുകൊണ്ട് തന്നെ നല്ല രസമാണ് കാണാൻ വേണ്ടി വെച്ചിട്ട്. അതെല്ലാം കഴിഞ്ഞിട്ട് ഞങ്ങൾ എൻ്റെ ഫ്രണ്ട്സ് എല്ലാമായിട്ട് DMRൽ പോയിട്ട് ഫുഡ് കഴിക്കാൻ പോയിട്ടുണ്ടായി. അവിടെ വെച്ചിട്ട് ഞങ്ങൾ ആദ്യമായിട്ട് കേൾക്കുന്നതാണ് പൊതി ബിരിയാണി എന്ന് പറഞ്ഞു വെച്ചിട്ട്. അപ്പോൾ ഈ പൊതി ബിരിയാണിയെല്ലാം ഓപ്പൺ ചെയ്ത് ഇതിലെന്താണെന്ന് നമുക്ക് ഞങ്ങളിങ്ങനെ നോക്കുക കേട്ടോ. ഇലയിലൊക്കെ പൊതിഞ്ഞ് വെച്ചിട്ട് ചിക്കനും ബീഫും ഒരു എഗ്ഗും എല്ലാം ഉണ്ട്. എല്ലാം കൂടി മിക്സ് ആയിട്ടുള്ളതായിരുന്നു. പിന്നെ ഞങ്ങൾ എന്നെ കൂടാണ്ട് എൻ്റെ ഫ്രണ്ട്സ് ഉണ്ടായിരുന്നു. സോ ഞങ്ങൾ വെറൈറ്റി ഫുഡ് ഐറ്റംസാണ് ഓർഡർ ചെയ്തത്. അപ്പോൾ ടേസ്റ്റ് പരമായിട്ട് നമുക്ക് പണ്ടെല്ലാം കഴിക്കുന്ന ഒരു നൊസ്റ്റാൾജിയ ഫീലില്ലേ, സ്കൂളിലൊക്കെ പഠിക്കുന്ന സമയത്ത് നമ്മൾ ഫുഡ് കൊണ്ടുവരുമ്പോൾ ഷെയർ ചെയ്ത് കഴിക്കുന്ന അതുപോലത്തേക്ക് ഒരു ഇത്. പാൽക്കപ്പയും കപ്പ ബിരിയാണിയായിരുന്നു കേട്ടോ അത്. അപ്പോൾ ഞാനതിങ്ങനെ ടേസ്റ്റ് ചെയ്ത് നോക്കായിരുന്നു. ഒത്തിരി എനിക്കങ്ങനെ കപ്പ ഒത്തിരി അധികം കഴിക്കാൻ പറ്റില്ല, പക്ഷേ എന്നിരുന്നാലും എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. അങ്ങനെ ഓരോരോ കാര്യങ്ങളൊക്കെ പറഞ്ഞ് ഞങ്ങളിങ്ങനെ ഫുഡെല്ലാം ആസ്വദിച്ച് കഴിച്ച് വീണ്ടും ഓർഡർ ചെയ്യണമെന്നൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുമായിരുന്നു കേട്ടോ. എന്നിട്ടും ഞങ്ങൾ കൊഞ്ച് ഫ്രൈ മേടിച്ചിട്ടുണ്ടായി, അതായത് പ്രോൺ ഫ്രൈ മേടിച്ചിട്ടുണ്ടായി. പക്ഷെ ഞങ്ങൾ വിചാരിച്ചത്ര പോളിങ് ഞങ്ങൾക്ക് കഴിക്കാനൊന്നും പറ്റിയില്ല. കാരണം എനിക്ക് തോന്നുന്നു രാവിലെ മുതലേ ഞങ്ങൾ ബിസി ആയിരുന്നതുകൊണ്ട്, മീൻസ് ട്രാവലിംഗ് എല്ലാം ആയതുകൊണ്ട് ഞങ്ങൾക്ക് രാവിലെ അങ്ങനെ കഴിക്കാൻ സാധിച്ചിട്ടുണ്ടായില്ല. അപ്പോൾ നല്ല വിശപ്പുള്ളത് കൊണ്ട് ഫുഡ് കണ്ടപ്പോൾ തന്നെ വിശപ്പെല്ലാം പോയിട്ടോ. പിന്നെ ആഹാരമെല്ലാം കഴിഞ്ഞ് വെച്ചിട്ട് ചിലത് ഞങ്ങൾ പാഴ്സലെടുത്തു. ഇറങ്ങി ഞങ്ങൾ താഴോട്ട് വന്നപ്പോൾ BMRൻ്റെ അവിടെ തന്നെ ഒരു സെക്ഷനിൽ ഈ ബേക്കറി സെക്ഷൻ ഉണ്ടായിരുന്നു. അപ്പോൾ അവിടെ ഗുലാബ് ജാം കണ്ടപ്പോഴത്തേക്ക് ഒരു കൊതി തോന്നിച്ചിട്ട് ഗുലാബ് ജാം മേടിച്ചിട്ടാണ് ഹോസ്റ്റലിലേക്ക് പോയത് കേട്ടോ. അപ്പോൾ മീറ്റിംഗ് വന്നതിൻ്റെ ഭാഗമായിട്ട്, അതായത് ഇന്ന് എനിക്ക് റിട്ടേൺ പോകാൻ പറ്റത്തില്ല. ഇന്നും ഒരു മീറ്റിംഗ് ഉണ്ടായിരുന്നു, നാളെ എനിക്കൊരു പ്രസൻറ്റേഷൻ ഉണ്ട്. സോ ഇവിടെ നിന്ന് പെട്ടെന്ന് വീട്ടിലേക്ക് പോകാൻ പറ്റാത്തത് കൊണ്ട് കിങ് ഫഹദ് ഹോസ്റ്റലിലാട്ടോ, ട്രാൻസിറ്റിലാണ് ഞങ്ങളിന്ന് സ്റ്റേ ചെയ്യുന്നത്. അപ്പോൾ ഇത് അതിൻ്റെ ബാക്ക് വ്യൂ ആണ്. അവിടെ വാട്ടറൊക്കെ ഉണ്ടായിരുന്നെങ്കിൽ നല്ല രസമായിരുന്നു, പക്ഷേ ഞാനിതുവരെയായിട്ടും ഇവിടെ വാട്ടർ കണ്ടിട്ടില്ല. ഇതാണ് അവരുടെ കിച്ചൺ. അതായത് നമ്മൾ ട്രാൻസിറ്റിൽ താമസിക്കാൻ വരുന്നവർക്കും ഇവിടെ നിന്ന് ഫുഡ് എടുക്കാം. ഇതിൻ്റെ മേലത്തെ ഫ്ലോറാട്ടോ, ഇപ്പം ക്ലോസ്ഡാണ്. ഇതാണ് കിങ് ഫഹദ് ഹോസ്പിറ്റൽ. ഇത് അതിൻ്റെ ബാക്ക് സൈഡാട്ടോ. ഇവിടെ ട്രാൻസിറ്റ് തന്നെ, അതായത് ഇവരുടെ ഹോസ്റ്റൽ തന്നെ കുറേ ബ്ലോക്ക്സ് ഉണ്ട് കേട്ടോ. ബ്ലോക്ക് A, B, C എന്നൊക്കെ പറയുന്ന പോലെ E18 അവിടെ നിങ്ങൾക്ക് കാണാൻ പറ്റും. E18
പിന്നെ ഇവിടെ E16, അങ്ങനെ കുറേ ബ്ലോക്സ് ഉണ്ട്. ഒരു കിങ് ഫഹദ് ഒരു 360 ബെഡ് ഹോസ്പിറ്റലായതുകൊണ്ട് ഭയങ്കര വലിയ ഹോസ്പിറ്റലാണല്ലോ. പിന്നെ ഇപ്പോൾ പുതിയ ആൾക്കാർ വരുമ്പോഴും പുതിയ സ്റ്റാഫ് വരുമ്പോഴെല്ലാം ഫസ്റ്റ് സ്റ്റേ ചെയ്യുന്നത് ഇവിടുത്തെ ട്രാൻസിറ്റിലാണ്. ഇവിടുത്തെ ട്രാൻസിറ്റിൽ നിന്ന് വന്നതിന് ശേഷമാണ് സ്റ്റാഫ് മിനിസ്ട്രിയിൽ പോകുമ്പോഴത്തേക്കും ഏത് ഹോസ്പിറ്റലാണെന്ന് പറയുന്നതും അവർക്കതിൻ്റെ ലെറ്റർ കിട്ടി വെച്ചിട്ട് ആ ഹോസ്പിറ്റലിലെ വണ്ടി വന്നിച്ചിട്ട് അവരെ പിക്ക് ചെയ്ത് കൊണ്ടുപോകും. ഓക്കെ, അപ്പം മേ ബി പുതിയ ഒരു സ്റ്റാഫായിട്ടാണ് നിങ്ങൾ വരുന്നുണ്ടെങ്കിൽ ജിദ്ദയിലേക്ക് വരുന്ന സമയത്ത് ഇവിടെ ആയിരിക്കും ട്രാൻസിറ്റിൽ നിൽക്കുക. ഇവിടെ ഒരു മേ ബി 1 വീക്ക് അല്ലെങ്കിൽ 2 വീക്സ് നിൽക്കുന്നവരുണ്ട്. അത് കഴിഞ്ഞ് വെച്ചിട്ടൊക്കെ ആയിരിക്കും വണ്ടി വന്ന് കൂട്ടിയിട്ട് കൊണ്ടുപോവുക. പക്ഷേ എന്നിരുന്നാൽ പോലും നമ്മളെപ്പോഴാണോ ഇവിടത്തെ സൗദി അറേബ്യയിൽ എത്തുന്നത് അന്നേരം മുതലുള്ള സാലറി നമുക്ക് കിട്ടും കേട്ടോ. ഞാൻ വന്ന ടൈമിൽ ഇവിടുത്തെ എല്ലാ ട്രാൻസിറ്റും ഫുള്ളായിരുന്നു. അപ്പോൾ ഞങ്ങൾ കുറച്ച് പേര് സ്റ്റേ ചെയ്തത് അങ്ങ് ദൂരെ കാണുന്ന ആ ബിൽഡിങ്ങിലാട്ടോ. അന്നേരം നമുക്ക് ഭയങ്കര സാഡും, കാരണം വീട്ടിൽ നിന്ന് എല്ലാവരും വിട്ടു വന്നതിൻ്റെ വിഷമങ്ങളും അങ്ങനെയൊക്കെ അയച്ചിട്ട് നിൽക്കുമ്പോൾ പിന്നെ ഇനി ഏത് ഹോസ്പിറ്റലിലേക്കാണെന്ന് അറിയില്ല, ജിദ്ദയാണെന്ന് മാത്രമേ നമുക്കറിയുള്ളൂ. അതുപോലെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്, ഇപ്പോൾ ജോബ് ഓഫർ ലെറ്ററിൽ ജിദ്ദ എന്ന് കണ്ടു കഴിഞ്ഞാൽ പോലും ഈ ജിദ്ദയിൽ തന്നെ കുറേ ഹോസ്പിറ്റലുണ്ട്. പിന്നെ അതിൽ നിന്ന് തന്നെ കുറേ എന്താ പറയുക PHC കാര്യങ്ങൾ വരും. ഇതിൽ നിന്ന് മാറിയിട്ട് കുറച്ച് ദൂരെയൊക്കെ അയച്ചിട്ട് അതിനുണ്ടറിൽ വരുന്ന അല്ലാത്ത ഹോസ്പിറ്റലുകളുണ്ട്. അവിടെ എവിടെയെങ്കിലുമൊക്കെ ആയിരിക്കും നമുക്ക് പോസ്റ്റ് കിട്ടുക. ജിദ്ദ എന്ന് പറയുമ്പോൾ പ്രോപ്പർ ജിദ്ദയിൽ കിട്ടണമെന്ന് ഇല്ല. അപ്പോൾ ഇതൊരു നൊസ്റ്റാൾജിയാണ്. ഞാൻ ആ ബ്ലോക്കിലായിരുന്നു സ്റ്റേ ചെയ്തിട്ടുണ്ടായത്. അപ്പോൾ നമുക്ക് വന്ന സമയത്ത് നെറ്റിൻ്റെ കാര്യങ്ങളൊന്നും അങ്ങനെ അറിയത്തുണ്ടായില്ല. അപ്പോൾ നമ്മൾ ഈ ഫ്ലൈറ്റ് ഇറങ്ങി വെച്ചിട്ട് എയർപോർട്ടിൽ നിന്ന് നമ്മളൊരു സിമ്മൊക്കെ എടുക്കുമായിരുന്നു. ആക്ച്വലി ഡൽഹി എയർപോർട്ടിൽ നിന്ന് നമുക്കൊരു സിമ്മ് വന്നിട്ടുണ്ടായി. സിമ്മ് നമ്മളവിടെ നിന്ന് മേടിച്ചിട്ടുണ്ടായി, ഇവിടെ വന്നിട്ട് യൂസ് ചെയ്യാൻ പറ്റുമെന്നൊക്കെ പറഞ്ഞു വെച്ചിട്ട്. പക്ഷേ അവർ പറ്റിപ്പീരായിരുന്നു, 1000 റുപ്പീസൊക്കെ കൊടുത്ത് വെച്ചിട്ട് മേടിച്ച സിമ്മായിരുന്നു കേട്ടോ. പക്ഷേ ആ സിം നമുക്ക് യൂസ് ചെയ്യാൻ പറ്റത്തില്ല. ഇവിടെ വന്ന് കഴിയുമ്പോൾ നമ്മുടെ പാസ്പോർട്ട് വെച്ച് വെച്ചിട്ട് വേറൊരു സിം എടുക്കണം. ഇവിടെ നിന്ന് ഫിംഗർ പ്രിൻറ്റിങ് ചെയ്യാറുണ്ട്. അത് കഴിയുമ്പോഴത്തേക്കും നമുക്കൊരു സിം കിട്ടും. അതിൽ നമ്മൾ ഇൻ്റർനെറ്റ് കണക്ഷൻ നോക്കി വെച്ചിട്ടായിരുന്നു സിം എടുത്തിട്ടുണ്ടായത്. പിന്നെ അതെന്താ ഞാൻ പറഞ്ഞില്ലേ, പല ടൈപ്പ് ബ്ലോക്ക് ഉണ്ട് ഇവിടെ. E15 E16 എന്നൊക്കെ പറയുന്ന പോലെ ഇതൊരു D9 ആട്ടോ. പിന്നെ എന്താ പറയുക, അപ്പോൾ ആ സമയത്ത് നമുക്ക് കോയിൻ കാർഡ് പോലെ ഒരു കാർഡ് കിട്ടും, മദാ കാർഡ് എന്നൊക്കെ പറയുന്ന പോലെ. അത് നമ്മൾ നെറ്റ് ഉണ്ടെങ്കിൽ നമ്മുടെ വീട്ടിലേക്ക് കാർഡിൻ്റെ ആപ്പ് ഡൗൺലോഡ് ചെയ്ത് വെച്ചിട്ട് അതിൽ യൂസർ നെയിമും പാസ്വേഡും ഉണ്ടായിരിക്കും. അത് തന്നെ നമ്മൾ യൂസ് ചെയ്ത് കഴിയുമ്പോൾ ഒരു 30 റിയാലൊക്കെ ആയിരുന്നു. അപ്പോൾ അത് യൂസ് ചെയ്ത് കഴിയുമ്പം നമുക്ക് നെറ്റ് നമ്മുടെ ഫോണിലുണ്ടെങ്കിൽ നമുക്ക് സാധാ നോർമൽ കോൾ നമ്മുടെ വീട്ടിലേക്ക് വിളിക്കാൻ പറ്റും. അപ്പോൾ ആ ഇന്ത്യയിലേക്ക് വിളിക്കാൻ പറ്റുന്നതുകൊണ്ട് നമുക്ക് അതൊരു 1000 മിനിറ്റ്സ് എങ്ങാണ്ടൊക്കെ ആയിരുന്നു. ഞാൻ മറന്നു പോയി. ഇപ്പോൾ അത് ആ കാർഡ് നമ്മളിപ്പോൾ യൂസ് ചെയ്യുന്നില്ലല്ലോ. അപ്പോൾ ഇത് യൂസ് ചെയ്യുന്നവരുണ്ടായിരിക്കും. അപ്പോൾ ആ കാർഡിൽ നമുക്ക് നാട്ടിലേക്ക് വിളിച്ച് കുറേ നേരം സംസാരിക്കാൻ പറ്റും. കാരണം വരുന്ന ടൈമുകളിൽ നമുക്കിടെ കയ്യിൽ അങ്ങനെ പൈസ അത്രയൊന്നും ഉണ്ടാവില്ല. അപ്പോൾ ഏതൊക്കെ എടുക്കണമെന്നറിയില്ല. ഇനി ഹോസ്പിറ്റലിൽ പോയിട്ട് എന്തിനൊക്കെയാണ് ഇനി ക്യാഷ് കരുതേണ്ടതെന്ന് അറിയത്തുണ്ടാവില്ല ആ സമയം. അതുകൊണ്ട് അങ്ങനെ അത്രയും നമ്മൾ റീചാർജ് ചെയ്തിട്ടുണ്ടായിരുന്നില്ല. ഒരു മിനിമം റീചാർജൊക്കെ ആയിരുന്നു ചെയ്തത്. ഇത് പഴയ പേഷ്യൻ്റ് ബെഡൊക്കെ ഇവിടെ ഇട്ടേക്കുന്നതാണ്. ഇവിടെ നല്ലൊരു ബോഗൺവില്ലയൊക്കെ ഉണ്ട് കേട്ടോ. കിങ് ഫഹദ് ഹോസ്പിറ്റൽ. ഇത് ഹോസ്റ്റലിൻ്റെ ഫ്രണ്ട് ഭാഗമാട്ടോ. D8 ബ്ലോക്ക്. ഇതൊക്കെ ഒരു നൊസ്റ്റാൾജിയാണ് കേട്ടോ. ഇപ്പോൾ ഇവിടെ വന്നപ്പോഴത്തേക്കും ഒരു നൊസ്റ്റാൾജിയ ഫീലൊക്കെയാണ്. അന്ന് വന്നപ്പോൾ ഉണ്ടായിരുന്നവർ അത്ര പേര് നമ്മുടെ കൂടെ ഇല്ല. കുറച്ച് പേര് റിസൈൻ ചെയ്ത് വെച്ചിട്ട് വേറെ കൺട്രിയിൽ പോയവരുണ്ട്. പിന്നെ ജോലി നിർത്തിയിട്ട് ഇന്ത്യയിലേക്ക് തിരിച്ചു പോയ ആൾക്കാരുണ്ട്.
അതിൽ ചില ആൾക്കാരായിട്ട് സ്റ്റിൽ കോണ്ടാക്റ്റ് ഉള്ളവരുണ്ട്. അന്ന് നമ്മുടെ കൂടെ നിൽക്കുമ്പോൾ നമ്മൾ ക്ലോസ് ആണെന്ന് വിചാരിച്ചിട്ട് ആ ഒരു റിലേഷൻഷിപ്പ് സ്റ്റിൽ കണ്ടിന്യൂ ചെയ്യുന്നവരുണ്ട്, അതല്ലാത്തവരുണ്ട്, ഒരു കോണ്ടാക്റ്റും ഇല്ലാത്തവരും. പിന്നെ എന്താ പറയുക, ഇതൊക്കെ ഒരു ഓർമ്മയാണ്. പക്ഷെ ഇപ്പോൾ ഫാമിലി കൂടെ ഉള്ളതുകൊണ്ട് നമുക്കങ്ങനെ ഒരു ഭയങ്കര ഒരു ലോൺലിനെസ് അങ്ങനെ ഫീൽ ചെയ്യില്ല. പക്ഷെ ഇന്ന് നിയമോളും ഹനമോളും രമ്യ ഇല്ലാത്തതുകൊണ്ടൊരു സാഡ് ഉണ്ട് കേട്ടോ. അതുകൊണ്ട് ഞാൻ വിചാരിച്ചു ഒരു കുട്ടി വ്ളോഗ് എടുത്തേക്കാം. അപ്പോൾ ആ ഒരു മിസ്സിങ് തോന്നും. അതൊരു മിസ്സിങ് ആണ്. അവർ വന്നതിന് ശേഷം ഞാൻ അവരെ വിട്ടേച്ചിട്ട് ഇങ്ങനെ തന്നെ ഹോസ്റ്റലിൽ സ്റ്റേ ചെയ്തിട്ടില്ല. എനിക്ക് പ്രോബബ്ലി പറ്റുന്ന സമയത്തെല്ലാം ഇങ്ങനെ 2 days അടുപ്പിച്ച് മീറ്റിംഗ് വരുമ്പോൾ ഞാൻ ട്രാൻസ്പോർട്ടേഷൻ ഉണ്ടായിരിക്കും. അപ്പോൾ ഞാൻ തിരിച്ച് വീട്ടിലേക്കാണ് പോവുക. പക്ഷേ ഇതൊരു ട്രാൻസ്പോർട്ടേഷൻ ഭയങ്കര ടൈറ്റായിരുന്നു. അപ്പോൾ ഇന്ന് റിട്ടേൺ പോയി കഴിഞ്ഞാൽ നാളെ ഒത്തിരി പേര് ഇങ്ങോട്ട് വരാനുണ്ട്. ചിലർക്ക് മീറ്റിംഗ് ഉള്ളവരുണ്ട്, വെക്കേഷൻ്റെ ആൾക്കാരുണ്ട്. സോ നമ്മളവരെ ബുദ്ധിമുട്ടിപ്പിക്കുന്നത് ശരിയില്ല എന്ന് തോന്നിയതുകൊണ്ട് ഞാനിന്നിവിടെ സ്റ്റേ ചെയ്യാമെന്ന് വിചാരിച്ചു. പിന്നെ എൻ്റെ നല്ല ക്ലോസ് ആയിട്ടുള്ള ഫ്രണ്ട്സ് ഉണ്ട് കേട്ടോ, അതുകൊണ്ട് മാത്രം ഞാനിവിടെ സ്റ്റേ ചെയ്യാമെന്ന് വിചാരിച്ചു. അല്ലെങ്കിൽ പ്രൈവറ്റ് ടാക്സി ആണെങ്കിലും പിടിച്ച് വെച്ചിട്ട് പോയേനെ. പക്ഷേ എന്നിരുന്നാൽ പോലും ഇപ്പം എത്ര ക്ലോസ് ഉള്ളവരാണെങ്കിൽ പോലും നമുക്ക് നമ്മുടെ ഫാമിലി മിസ്സിങ് ആണ്. അപ്പോൾ ഞങ്ങൾ പുറത്ത് ഫുഡ് കഴിക്കാൻ പോയ സമയത്ത്, ഞാൻ ഫുഡ് കഴിക്കാൻ പോയതിൻ്റെ കുറച്ച് വീഡിയോസ് ഇടാം. ഫുഡ് കഴിക്കാൻ പോയ സമയത്താണേലും അത് കഴിഞ്ഞിട്ടൊരു ഷോർട്ട് പർച്ചേസ് ചെയ്തിട്ടുണ്ടായി. കാരണം ഞങ്ങളുടെ അവിടെ നിന്ന് 2 കുട്ടികൾ കല്യാണം കഴിക്കാൻ പോവുകയാണ്. അപ്പോൾ അവരുടെ ബ്രൈഡലിന് വേണ്ടിയിട്ട് ഗിഫ്റ്റൊക്കെ മേടിക്കാൻ വേണ്ടിയിട്ട് ഒരു ഷോപ്പിലൊക്കെ പോയി. ഇവിടെ എൻ്റെ അടുത്തുള്ള ആ ഫുഡ് കഴിക്കാൻ പോയ ഹോട്ടൽ BMR ഹോട്ടലായിരുന്നു കേട്ടോ. നല്ല ഫുഡായിരുന്നു, നല്ല ക്വാളിറ്റി നല്ല ക്വാണ്ടിറ്റിയുള്ള ഫുഡായിരുന്നു. നല്ല ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് പ്രിഫർ ചെയ്യുന്ന സ്ഥലത്ത് ഞാൻ ഈ BMRഉം അതിൻ്റെ തൊട്ടടുത്തായിട്ടൊരു ന്യൂ ഹോളിഡേയ്സ് ഉണ്ട്, അത് ഞാൻ എല്ലാവർക്കും സജസ്റ്റ് ചെയ്യും, നല്ലതാണ്. പിന്നെ എന്താ പറയുക, ഇത് ഇപ്പോൾ ഞങ്ങളുടെ ട്രാൻസ്പോർട്ടേഷൻ്റെ ഇപ്പോൾ ഏതാണെങ്കിലും ക്ലസ്റ്ററിൻ്റെ ട്രാൻസ്പോർട്ടേഷൻ്റെ മിനിസ്ട്രിയുടെയിലെല്ലാം ഈ ലോഗോ കാണും കേട്ടോ. ഈ കിങ് ഫഹദുകാർ ജിദ്ദ 2nd ഹെൽത്ത് ക്ലസ്റ്ററാണ്. ഞങ്ങൾ ഫസ്റ്റ് ക്ലസ്റ്ററിൽ വരുന്നവരാണ്. പക്ഷേ എന്നിരുന്നാൽ പോലും ട്രാൻസിറ്റ് ഇവിടെ കേട്ടോ, ഇവിടെ നിൽക്കുന്നതാണ്. എനിവേ എനിക്ക് നാളെ ഒന്നുകൂടെ ഒരു പ്രസൻറ്റേഷൻ ഉണ്ട്. അതും കഴിഞ്ഞ് വെച്ചിട്ട് ഞാൻ തിരിച്ചെൻ്റെ സ്ഥലത്തേക്ക് തിരിച്ചു പോകും, എൻ്റെ വീട്ടിലേക്ക് തിരിച്ചു പോകും. പിന്നെ തേഴ്സ്ഡേ മുതൽ വീണ്ടും ഡ്യൂട്ടി സ്റ്റാർട്ട് ചെയ്യും. തേഴ്സ്ഡേ മാത്രമേ ഇനി ഒരു ദിവസം കൂടി ഉള്ളൂ, പിന്നെ വീക്കെൻഡാണ്. പിന്നെ സൺഡേ ആസ് യൂഷ്വൽ സ്റ്റാർട്ട് ചെയ്യും. അപ്പം ഞാൻ നിങ്ങൾക്ക് ഇതിൻ്റെ ട്രാൻസിറ്റ് എങ്ങനെയാണെന്ന് കാണിച്ചു തരാം. അത്ര വലിയ സൗകര്യമൊന്നുമില്ല, പക്ഷേ നമുക്ക് നിൽക്കാം. ഇതിപ്പം കുറേ പഴയതായി, അതുകൊണ്ട് ചിലതൊക്കെ ഭയങ്കര കിച്ചണൊക്കെ ഭയങ്കര മോശപ്പെട്ടാണ് കിടക്കുന്നത്. മുമ്പ് ഞാൻ വന്ന സമയത്ത് നല്ല ഫ്രിഡ്ജും ഓവനും അതെല്ലാം ഉണ്ടായിരുന്നു. പക്ഷെ ഇപ്പം അങ്ങനെയൊന്നുമില്ല കേട്ടോ. അപ്പം നമുക്ക് ഞാൻ ട്രാൻസിറ്റ് കാണിച്ചു തരാം എങ്ങനെയായിരിക്കുന്നതെന്ന്. ഇതാട്ടോ ഒരു ട്രാൻസിറ്റ്. എല്ലാ ട്രാൻസിറ്റും ഇങ്ങനെ തന്നെയായിരിക്കും വരിക. ഈ സൈഡും എല്ലാം ഉണ്ട്. കയറി വരുമ്പോൾ ഇതെല്ലാം കോമൺ ആണ്, ഒരു ഹോള് പോലെ. പക്ഷേ ഇവിടെ ബെഡ് ഇട്ടിട്ടുണ്ട്, AC എല്ലാം അടുത്തുണ്ട്. പിന്നെ ഒരു ചെറിയ കിച്ചൺ എല്ലാം ആയിട്ടുണ്ട് കേട്ടോ. ഇവിടെയൊക്കെ വരുമ്പോൾ പണ്ട് എൻ്റെ കൂടെ എൻ്റെ കുറച്ച് ഫ്രണ്ട്സ് ഉണ്ടായിരുന്നു, മെൽബി എന്നാണ് പേര് കേട്ടോ. അപ്പോൾ അവർ പോകുന്ന സമയത്ത് ഞങ്ങളിവിടെ ഇരുന്നിട്ട് ഫുഡ് കഴിച്ചാൽ ഞാൻ സ്റ്റിൽ ഓർക്കുന്നു. ഞാൻ സീറ്റ് സ്ഥലമില്ല, ഞാൻ ഇതിൻ്റെ മേലേക്ക് കയറി ഇരുന്നിട്ട് കഴിച്ചിട്ടുണ്ടായി. പിന്നെ ഇവിടെ ഫ്രിഡ്ജ്, ഇവിടെ മുമ്പ് ഓവനൊക്കെ ഉണ്ടായിരുന്നു, പക്ഷെ ഇപ്പോൾ ഇതൊന്നുമില്ല. പിന്നെന്താ, ഫ്രിഡ്ജൊക്കെ മോശപ്പെട്ട അവസ്ഥയിലായിരിക്കും. ഞാൻ ഇവിടെ വന്നിട്ട് തുറന്നു നോക്കിയിട്ടില്ല. മുമ്പ് ഇവിടെ എന്തൊക്കെയോ ഇരിപ്പുണ്ട് കേട്ടോ. വെക്കേഷൻ പോകുന്ന സമയത്ത് നമ്മളിവിടെ കേട്ടോ വന്ന് നിൽക്കുക. വെക്കേഷൻ കഴിഞ്ഞിട്ട് നമ്മളിവിടെ വന്നാൽ നിൽക്കുക. വണ്ടി വരുന്ന കഴിയുമ്പം നമ്മൾ വണ്ടിയിൽ കയറി വെച്ചിട്ട് വെക്കേഷൻ കഴിഞ്ഞ് വരുമ്പോൾ നമ്മുടെ ഹോസ്പിറ്റലിൽ നിന്ന് വണ്ടി വരും, ആ വണ്ടി കയറിയിട്ട് നമ്മൾ പോകും. ഇതൊരു റൂമാണ്, ഇതൊരു റൂം, അതൊരു റൂം. ഇവിടെ ബാത്റൂമാട്ടോ. ഇത്രയൊക്കെ സൗകര്യം ഉണ്ട്. അതൊരു ബാത്റൂമാണ്.
റൂം കണ്ടോ? ഇതാണ് ഇപ്പം ഞാൻ നിൽക്കുന്നത് എൻ്റെ ഫ്രണ്ട്സുമായിട്ട്. അപ്പം ബായ് എന്നാലേ പിന്നെ കാണാം. ഉറങ്ങാൻ പോയെങ്കിലും ഇടയ്ക്ക് വിശന്നപ്പോൾ ഞാനും എൻ്റെ ഫ്രണ്ടും കൂടി ഞങ്ങൾ പൊതി ബിരിയാണി വീണ്ടും മേടിച്ചിട്ടുണ്ടായിരുന്നു. അത് കഴിക്കുക കേട്ടോ. ഇത് പിറ്റേന്നുള്ള എൻ്റെ പ്രസൻറ്റേഷന് പോകുന്നതാണ് ഞാൻ. ഇതാണ് എൻ്റെ അപ്പിയറൻസ്. പ്രസൻറ്റേഷനെല്ലാം കഴിഞ്ഞു. നല്ല രീതിയിൽ തന്നെയാണ് കഴിഞ്ഞത്. ഈ പ്രസൻറ്റേഷൻ്റെ സമയത്ത് എനിക്ക് എന്നോട് തന്നെ നല്ലൊരു പ്രൗഡ് ഫീൽ ചെയ്തു. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പ്രസൻറ്റേഷൻ എന്ന് പറയുന്നത് ഹോസ്പിറ്റൽ ബേസ്ഡ് പ്രസൻറ്റേഷനാണ്. അപ്പോൾ ഞങ്ങളുടെ ഈ 6 ഹോസ്പിറ്റലിലെ മെയിൻ ആൾക്കാരാണ് വന്നിട്ട് അവിടെ പ്രസൻറ്റ് ചെയ്യുന്നത്. അപ്പോൾ നമ്മുടെ പേഷ്യൻസ് സാറ്റിസ്ഫാക്ഷൻ്റെ ഇമ്പ്രൂവ്മെൻറ്റിനെ കുറിച്ചിട്ടുള്ള പ്രോജക്റ്റ് പ്ലാൻ്റെ ഒരു പ്രസൻറ്റേഷനായിരുന്നു. അപ്പോൾ എനിക്ക് എന്നോട് തന്നെ ഒരു മതിപ്പ് തോന്നിയ ഒരു ടൈം കൂടിയായിരുന്നു. ഇടയ്ക്ക് എനിക്ക് എൻ്റെ സെക്കൻഡ് പ്രസൻറ്റേഷനാണോ തോന്നാൻ കാരണമെന്ന് വെച്ച് കഴിഞ്ഞാൽ അതായത് എൻ്റെ കൂടെ പ്രസൻറ്റേഷൻ ചെയ്യുന്നവരെല്ലാം തന്നെ സൗദി സ്റ്റാഫായിരിക്കുമ്പോൾ അതിൻ്റെ കൂടെ ഒരു നോൺ സൗദി അതിലൊരു ഇന്ത്യൻ സ്റ്റാഫ് എന്ന രീതിയിൽ ഞാൻ അവിടെ വന്ന് അവരുടെ ഫ്രണ്ടിൽ പ്രസൻറ്റ് ചെയ്തപ്പോൾ എനിക്ക് എപ്പോഴും അതൊരു പ്രൗഡ് ഫീൽ തന്നെയാണ് ഉണ്ടാവുക. അതുകൊണ്ട് എനിക്ക് നിങ്ങളോട് പറയാനുള്ളതും ഓപ്പർച്യൂണിറ്റീസ് നമ്മളെ തേടി വരുന്നത് വളരെ ചുരുക്കമായിരിക്കും. ആ ഓപ്പർച്യൂണിറ്റീസ് ഒരിക്കലും നമ്മൾ വേണ്ടാന്ന് വെക്കരുത്, അല്ലെങ്കിൽ രണ്ടാമതൊരു തോട്ട്സിലേക്ക് വെക്കരുത്. ആ ഓപ്പർച്യൂണിറ്റീസ് നമ്മളെ തേടി വരുന്ന സമയം തന്നെ നമ്മളത് സ്വീകരിക്കുകയും നമ്മുടെ മാക്സിമം എഫേർട്ടിൽ നമ്മുടെ കഴിവ് കാണിക്കുകയും ചെയ്യുക. അപ്പോൾ അതായത് നമ്മൾ എവിടെ നമുക്കിങ്ങനെ അവസരങ്ങൾ കിട്ടുമ്പോൾ നമ്മളത് കഴിവ് തെളിയിക്കുമ്പോൾ അത് നമുക്കുള്ള പുതിയ വഴികളായിരിക്കും തുറക്കുക. സോ ഗായ്സ്, നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. ബൈ.